മത്സരിച്ച് കുറെ ആൾക്കാർ രക്ഷപ്രഭുക്കളായി പറയുന്നത്, അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടോ? എനിക്കറിയില്ല, ഞാൻ ആരും കേട്ടിട്ടില്ല, എനിക്കറിയില്ല, അറിയാതെ. കൃഷ്ണകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലമൊക്കെ ഇംഗ്ലീഷിലായതിനാൽ ശിവരാജന് വായിച്ച് മനസ്സിലാക്കാനും കൂടി പറ്റിയില്ല. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ BJP മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. അഫിഡവിറ്റ് വായിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കും താങ്കൾ വിമർശനം എന്നുള്ളതാണ്. അതെ, അത് വെച്ചാൽ അയാൾ എന്ത് വേണമെങ്കിൽ പറയാം. തോറ്റു കഴിഞ്ഞാൽ അയാൾ അങ്ങാടി തോറ്റാൽ അമ്മയോട് പറയുന്നത് ഇനി ശിവരാജേട്ടനോ പ്രമീള സുധീരനോ അഡ്വക്കേറ്റ് കൃഷ്ണദാസിനോ ആര് വേണമെങ്കിൽ പറയാം, മുനിസിപ്പാലിറ്റിയോ. അയാളുടെ ബൂത്തിൽ എത്ര വോട്ട് കമ്മിയായിട്ട് ആദ്യം നോക്കട്ടെ. ഈ സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ പ്രവർത്തനം വോട്ട് കുറേ ഇടയാക്കിയോ? എനിക്കതറിയില്ല, അത് നിങ്ങൾക്ക് ഞാനറിയില്ല. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞല്ലോ. സ്ഥാനാർത്ഥി വെച്ച് JP നട്ട സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ വേറൊരു അഭിപ്രായം നമുക്കില്ല. കെ സുരേന്ദ്രൻ ഇതിന് ഉത്തരവാദിയല്ല. കെ സുരേന്ദ്രൻ ഇവിടെ ഇരുന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വോട്ടെങ്കിലും കിട്ടിയത്. അല്ല, രഘുനാഥാണെങ്കിൽ ഇനി ഇതിൻ്റെ പിന്നിൽ പോകുമായിരുന്നു. സുരേന്ദ്രനെ എല്ലാവരും യോജിപ്പിച്ച് നല്ല എണ്ണയിട്ട ചക്രം പോലെ തീർപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമോ അദ്ദേഹം മാറേണ്ട ആവശ്യമേ ഇല്ല. അദ്ദേഹം തന്നെ സ്ഥാനത്ത് തുടരണം. ശോഭാ സുരേന്ദ്രൻ അവസാനം ദിവസങ്ങളിലാണല്ലോ വന്നത്. നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാവില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞില്ലേ. ഞാൻ ഒരു വ്യക്തിയിലും ആരാധിക്കുന്ന ആളില്ല. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിനെ ആരാധിക്കുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിന് 40,000 വോട്ടേ പാലക്കാടുള്ളൂ. അത് ഞാൻ അംഗീകരിക്കുന്നു. രാഹുൽ മാങ്കുട്ടത്തെ വിജയത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം പാലക്കാട് നഗരസഭയ്ക്കും ഈ മണ്ഡലത്തിൽ നല്ലത് ചെയ്യാം, ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആരും ശ്രമിച്ചിട്ടില്ല. തോറ്റ് ഞാനെന്ത് പറയും? BJPക്കാരും BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. വോട്ട് കമ്മിയായി നമ്മളെന്ത് ഉത്തരവാദിത്വം? ഈ സുരേന്ദ്രൻ രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ. സുരേന്ദ്രൻ രാജിവെക്കേണ്ട ആവശ്യമേ ഇല്ല. സുരേന്ദ്രൻ എന്ത് പഠിച്ചു? ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി, ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി, ഏരിയ കമ്മിറ്റികളാണ് വോട്ടുണ്ടാക്കുന്നത്. സുരേന്ദ്രൻ എല്ലാ വീട്ടിലും കയറി വോട്ട് ചോദിക്കാൻ പറ്റില്ല. സുരേന്ദ്രൻ ഉത്തരവാദിയല്ല. സുരേന്ദ്രനെ പണം നയിച്ച കാരണമാണ് ഈ വോട്ടെങ്കിലും കിട്ടിയത്. കൃഷ്ണകുമാറിന്റെ ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങൾ വെറുതെ ചോദിക്കുന്നത് കഴിഞ്ഞില്ല, ആ പണി കഴിഞ്ഞില്ലേ? ഒരു കാര്യം, അതായത് കൃഷ്ണകുമാർ നേരിട്ട ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന് വോട്ട് അല്ല നോട്ടാണ് താല്പര്യം എന്നുള്ള ആരോപണമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ ആർക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഞാൻ ചെയ്യാൻ പറ്റും. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇനി വീണ്ടും ഇലക്ഷൻ വരാൻ പോകാൻ ഈ സ്ഥാനാർത്ഥി മാറി വേറൊരു മുഖം വന്നാൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കരുതുന്നുണ്ടോ? ഞാൻ പറയുന്നത്, ഞങ്ങൾ 984 2 സീറ്റ് കിട്ടിയ പാർട്ടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ. ഒന്ന് ഗുജറാത്തിലെ മൊഹസിൻ AK പട്ടേലും തെലങ്കാനയിലെ ഗനംകൊണ്ടയിൽ നിന്ന് ജംഗറെട്ടിയും. വാജ്പേയി 5 ലക്ഷം വോട്ടിനാണ് ഗോളിയർ തോറ്റത്. ഇന്ന് ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് 19 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. മഹാരാഷ്ട്രത്തിൽ കോൺഗ്രസിന് നാമാവിശേഷമാക്കി കേൾക്ക്. ഞങ്ങൾ അതിൽ നിന്ന് വളർന്നവരാണ്. അതുകൊണ്ട് ഇതൊക്കെ പാലക്കാട് നഗരത്തിൽ കാവി മണ്ണിലേക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. ഒന്നും ഒലിച്ചു പോയിട്ട് അവിടെ തന്നെ ഉണ്ട്. മണ്ണൊന്നും ഒലിച്ചു പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അത് നമ്മൾ പരിശോധിക്കണം. ഈ ദേശീയ തലത്തിലുള്ള ഒരു ഐക്യം, BJPക്കുള്ള ഒരു ഐക്യം കേരളത്തിലെ പാർട്ടിക്ക് ഇല്ലാത്തതല്ലേ ഇപ്പോഴത്തെ പ്രശ്നം? കേരളത്തിലെ പാർട്ടിക്ക് നല്ല ഐക്യം. ഈ പുറത്തുനിന്നുള്ള കുറെ ആളുകൾ വന്നിട്ട് നിങ്ങളെ പോലെയുള്ള മണ്ണിൽ കാലുറച്ച് നിൽക്കുന്ന നേതാക്കന്മാരെ മേൽ കയറി പ്രവർത്തിച്ചാണോ ഇത്തരം ഒരു തോൽവിക്ക് കാരണം? അത് നിങ്ങൾ ചാച്ചല രഘുനാഥനോടോ സുരേന്ദ്രനോടോ ചോദിച്ചാൽ മതി. താഴെ തട്ടിലെ പ്രവർത്തകർ വിശ്വാസത്തിൽ എടുക്കാത്ത രീതിയാണ് ഉണ്ടായതല്ലേ? അത് നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി. ഈ കുറെ നോട്ടൊക്കെ വോട്ട് പോയല്ലോ, അതെന്താ കാരണം? നോട്ടൊക്കെ വോട്ട് പോയി. അത് കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും. മുരളീധരൻ ഗ്രൂപ്പുകാർ നോട്ടൊക്കെ വോട്ട് ചെയ്തു. അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇന്ത്യയും കൂടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ വോട്ട് ചെയ്തവരെ പോയി നോക്കിയിട്ടില്ല. ഈ നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ ലോക്സഭയ്ക്ക് പോലും ഏതാണ്ട് 500 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. ഇത്തവണ 4000 വോട്ട് കുറവാണ്. അത് പഠിക്കട്ടെ. മൂന്നാം സ്ഥാനത്തിലെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തിലെ കൃഷ്ണകുമാർ തമ്മിൽ വോട്ട് വ്യത്യാസം വെറും 2100 നേരത്തെ 13,000 ആയിരുന്നു. പ്രവർത്തിച്ച് താഴോട്ടാണ് പോകുന്നത്.
നിങ്ങൾ ശരിക്കും എൻ്റെ എനിക്ക് എൻ്റെ പ്രസ്ഥാനം വലുതാ, താൻ തൻ്റെ പടി നോക്കിയാൽ മതി. എനിക്കൊന്നും അങ്ങനെ എന്നെ മക്കളൊക്കെ ഞാൻ എൻ്റെ വായി മോശം, എൻ്റെ നാവ് മോശമാണ്, താൻ തൻ്റെ പടി നോക്കിയാൽ മതി. മര്യാദക്ക് ചോദിച്ചാൽ മര്യാദ. ഞാൻ ചോദിച്ചതിനൊരു മറുപടി, 2000 വോട്ടിന്റെ വ്യത്യാസം എന്നോട് പ്രവർത്തിച്ച് ഈ രീതിയിലേക്ക് എത്തുകയാണോ? അതുണ്ടാവും, ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ തരണം ചെയ്യും. ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥി മാറി വന്നാൽ കുറച്ചുകൂടി പുതിയ മുഖങ്ങളൊക്കെ വന്നാലേ നോക്കാതെ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ. ഇങ്ങനെ അത് പറഞ്ഞു വരുന്ന നിലവിലെ മുഖമൊക്കെ കണ്ടു മടുത്തെന്നാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, സ്ഥാനാർത്ഥി വരട്ടെ, നമുക്ക് ജയിപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രചരണ ബൂത്തുകളിലൊക്കെ പോയി. അപ്പൊ ആരെങ്കിലും ചോദിച്ചിരുന്നോ നിങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ? മതി. അങ്ങനെ ഉണ്ടായിരുന്നോ? പ്രമീള ചേച്ചിക്കുള്ള അനുഭവം എനിക്കില്ല. അവർ നഗരസഭാ ചെയർപേഴ്സൺ, അവരോട് തുറന്ന് പറയും, എന്നോട് പലരും തുറന്ന് പറയില്ല. അത്